പലതരം ചേരുവകൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചപ്പാത്തിയൊക്കെ എല്ലാവരും വീടുകളിൽ ചുടുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വളരെ സോഫ്റ്റ് നൈസ് ആയിട്ടുള്ള ചപ്പാത്തി വളരെ എളുപ്പം അങ്ങനെ തയ്യാറാക്കാന്നാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ കുഴച്ചെടുക്കാന്നുണ്ടെങ്കിൽ പരത്താൻ ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് പത്തിരിയൊക്കെ പരത്തിയെടുക്കുന്ന അരി പരത്തിയെടുക്കാൻ പറ്റും. ഈ രീതിയിൽ ചുട്ട ചപ്പാത്തി നിങ്ങൾ പിറ്റേ ദിവസം എടുത്ത് നോക്കിയാലും ഇതേപോലെ വളരെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴുള്ള ഒരു സ്ട്രക്ചർ കിട്ടാനും പിന്നെ നമ്മൾ പരത്തുന്ന സമയത്ത് കീറി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ചേർക്കുന്നത്. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചാണ് ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ പരന്നു പോരും. വളരെ എളുപ്പം നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ അത് കീറി പോകാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ കീറാതിരിക്കാൻ വേണ്ടി ഈ മൈദപ്പൊടി സഹായിക്കും കേട്ടോ. 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിക്ക് 8 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ റെഡിയാക്കാം. ഇനി ബാറ്റർ നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം. അതിന് പറ്റിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു 2 കപ്പ് ഗോതമ്പൊടിയുടെ ചപ്പാത്തിയാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് നമുക്ക് 3/4 കപ്പ് വെള്ളം മതിയാവും കേട്ടോ. തിളച്ച വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് പച്ചവെള്ളം എന്നുണ്ടെങ്കിൽ 1 കപ്പ് വേണ്ടി വരും. 3/4 കപ്പ് വെള്ളം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് ഇതേപോലെ തിളപ്പിച്ചെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും, കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഈ ഒരു സ്ട്രക്ചർ ആവാനായിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്നായി കിട്ടും. 2 കപ്പ് ഗോതമ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ ഞാൻ 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഇതിലേക്ക് കംപ്ലീറ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ചൂട് ചെറുതായിട്ട് ആറുന്നത് വരെ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു ഡോ തയ്യാറാക്കണം. പൊടിയുടെ വെള്ളത്തിന്റെ റേഷ്യോ ഞാൻ എടുത്തത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വെള്ളം അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഡോയ്ക്ക് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കാം. 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അതിനുശേഷം ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കാം. നമുക്ക് ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള വലുപ്പത്തിന് ആവശ്യമായിട്ടുള്ള കണക്കിന് ബോൾസ് ഉണ്ടാക്കാം. എനിക്കിവിടെ 2 കപ്പ് പൊടിക്ക് 12 ചപ്പാത്തിക്കുള്ള ബോൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സാധാരണ ചപ്പാത്തി പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കാം കേട്ടോ. ഈ രീതിയിൽ പൊടി കുഴക്കുന്നത് കൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് ഈ പരത്തുന്ന സമയത്ത് അറിയാൻ പറ്റും കേട്ടോ. ഒട്ടും ബലം പിടിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. എന്നാൽ ഒന്നും ഒട്ടിപ്പിടിക്കുമില്ല. എത്ര കനം കിടക്കണോ അത്രയും കനം കുറച്ച് നമുക്ക് ഈ ചപ്പാത്തി പരത്തിയെടുക്കാം. കംപ്ലീറ്റ് ഇതേ രീതിയിൽ പരത്തിയെടുക്കാം കേട്ടോ. നമുക്ക് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് അങ്ങനെ വെച്ചാൽ മതി, ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. പരത്തുന്ന സമയത്ത് പൊടിയിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ കംപ്ലീറ്റ് ചപ്പാത്തി പരത്തിയെടുത്ത ശേഷം വേണം നമുക്ക് ചുട്ടെടുക്കാനായിട്ട്. കംപ്ലീറ്റ് പരത്തിയെടുത്ത ശേഷം ഞാൻ ഇതിൻ്റെ അരികൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. റൗണ്ടിൽ ഒരു പാത്രം മുകളിൽ വെച്ച് കമത്തി വെച്ചിട്ട് റൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. കട്ട് ചെയ്തെടുത്തത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വില ഭൂരി എങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിത് വീഡിയോയ്ക്ക് ഇത്തിരി ചപ്പാത്തി ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടി കട്ട് ചെയ്തെന്നുള്ളൂ. ചപ്പാത്തി ചുട്ടെടുക്കാനായിട്ട് നന്നായിട്ട് ചൂടായ ഒരു തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് വെന്ത് പൊളച്ചൊക്കെ തുടങ്ങുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും ഒന്ന് വെന്ത് ഒരു ഇതായി കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് തീയിലേക്ക് വെച്ചെടുക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൊങ്ങി കിട്ടും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ച് തന്നെ സാവകാശം നെക്കി കൊടുത്ത് പൊക്കിയെടുത്താൽ മതി. അപ്പൊ ക്ഷമയില്ലാത്തവര് ഡയറക്റ്റ് അതങ്ങ് അടുപ്പത്തേക്ക് വെച്ചെടുത്താൽ പെട്ടെന്ന് അങ്ങ് പൊങ്ങി കിട്ടും. വളരെ സോഫ്റ്റ് ആട്ടോ. നമുക്ക് കീറിയെടുക്കാനൊക്കെ പെട്ടെന്ന് കീറിയെടുക്കാൻ പറ്റും. വളരെ നൈസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാം. നമ്മൾ ഒന്നരാടം വെച്ച് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് ഓൺ ആക്കി ഇടാം കേട്ടോ. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.